വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ രാത്രിയായിട്ടും വരാത്തത് കാരണം ശാരദാമ്മ കാത്തിരിക്കുകയാണ് ശ്യാമ കോളേജിൽ നിന്നും വരുന്നത്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, ശ്യാമ വന്നിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന്. അന്നേരം ആക്സിഡൻറ്റിൽപ്പെട്ട കുട്ടിക്ക് കൂട്ടിരിക്കാനാണ് പോയിരിക്കുന്നത് എന്നാണ് അവൾ പറഞ്ഞത്. കുട്ടിക്ക് ആരുമില്ല, അപ്പോൾ പിന്നെ കൂട്ടുകാർ ഓരോരുത്തരായിട്ടാണ് കൂട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. അന്നേരമാണ് ഒരു ഓട്ടോ വരുന്നത്. അന്നേരം ഇപ്പോൾ എത്തിയെന്ന് തോന്നുന്നു, ഇന്നിപ്പോൾ ഓട്ടോയിലാണ് വരുന്നതെന്ന് തോന്നുന്നു പറഞ്ഞ് രണ്ടുപേരും കൂടി എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഓട്ടോയിൽ നിന്നും ഇറങ്ങി വരുന്നത് ശാരികയാണ്. ശാരിക ബാഗൊക്കെ ആയിട്ടാണ് അകത്തേക്ക് കയറി വരുന്നത്. അന്നേരം നീ എന്താ അവിടെ നിന്നും പിണങ്ങി വന്നതാണോ, രാജീവ് സാർ എവിടെയെന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞ് ശാരിക ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയാണ്. അന്നേരം അവിടെ നിന്ന് ഇനിയിപ്പോൾ നിൻ്റെ പിണങ്ങി വരെയുള്ള ഇവിടെ നിൽപ്പൊന്നും ഞാൻ സമ്മതിക്കില്ല, വണ്ടി ഞാൻ വിളിച്ചു തരാം, നീ തിരിച്ച് അവിടേക്ക് തന്നെ പൊക്കോ, നിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും തലയിട്ട് അത് വഷളാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നീ തിരിച്ചു പോകണമെന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം വണ്ടി വിളിക്കുന്നെങ്കിൽ അമ്മ തന്നെ അങ്ങ് പൊയ്ക്കോ, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ദേഷ്യത്തോടെ ശാരിക അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ടോ. അന്നേരം കാര്യം അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് ശാരദാമ്മയും ശാന്തയും കൂടി. തുടർന്ന് അകത്തേക്ക് കയറിയ ശാരിക ദേഷ്യത്തോടുകൂടി ബാഗൊക്കെ അങ്ങ് കട്ടിലേക്ക് എറിഞ്ഞ ശേഷം വിജയലക്ഷ്മി അന്ന് തന്നെ ഒരു ദിവസം പകല് പുറത്ത് നിർത്തിയതും പിന്നെ ദേഷ്യത്തിൽ സംസാരിച്ചതും പിന്നീട് രാജീവുമായിട്ട് കയർത്തതും രാജീവ് അടിച്ചതുമൊക്കെ ആലോചിച്ച് ആദ്യം ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും കട്ടിലിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ വീണ്ടും ശാന്തയും കൂടി ശ്യാമയും കാത്ത് ഉമ്മർത്ത് തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് മനുവിൻ്റെ ബൈക്കിൽ ശ്യാമ വന്നിറങ്ങുന്നുണ്ട്. തുടർന്ന് വന്നിറങ്ങിയ ശേഷം പെട്ടെന്ന് ശ്യാമ അങ്ങ് അകത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ പിടിച്ചു നിർത്തുകയാണ് മനു അവിടെ നിന്നേന്നും പറഞ്ഞ്. അന്നേരം നീ കൈവിട്ടേ, അമ്മയൊക്കെ ദേ ഉമ്മർത്ത് നിൽക്കുന്നു എന്ന് ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ആര് നോക്കിയാലും കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല, നീ തരാനുള്ളതെങ്കിൽ തന്നേ പറ്റൂ, കോളേജിൽ വെച്ച് ചോദിക്കുമ്പോൾ നീ പറയും വീട്ടിലെത്തട്ടെ എന്ന്, എന്നിട്ട് വീട്ടിലെത്തുമ്പോൾ നീ ഒന്നും മിണ്ടാതെ അങ്ങ് പോവും, ഒന്നോ രണ്ടോ തവണ ഫ്രീ ആയിട്ട് തരാമെന്നല്ലാതെ പിന്നെ ഞാൻ കുബേരൻ്റെ മകനൊന്നുമല്ല, ഇത് പണച്ചെലവുള്ള കേസാണ് എന്ന ദേഷ്യത്തോടു കൂടി മനു ശ്യാമയോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ആകെ ഒന്ന് പരിശ്രമിച്ചും പേടിച്ചും ശ്യാമ നിൽക്കുകയാണ്. ഈ സമയത്ത് ഉമ്മറത്ത് നിന്ന് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ശാരദാമ്മ എന്താടി അവർ തമ്മിൽ അവിടെയെന്ന് ശാന്തയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്തോ തർക്കമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ശ്യാമയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം ശ്യാമ മനുവിനോട് പറയുന്നുണ്ട്, ദേ അമ്മയൊക്കെ വരുന്നു, നമുക്ക് സംസാരം ഇവിടെ വെച്ച് നിർത്താം, മനു ഒന്ന് പോന്ന്, അന്നേരം ആര് വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ കാശ് കിട്ടിയിട്ടേ ഞാൻ പോവുകയുള്ളൂ, നീ തന്നില്ലെങ്കിൽ എൻ്റെ അമ്മ വരികയല്ലേ, അമ്മയോട് ഞാൻ ചോദിക്കാമെന്ന്. തുടർന്ന് എന്താ ഇവിടെ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം അതേന്നും പറഞ്ഞ് മനു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ രാജീവിൻ്റെ വണ്ടി പുറകിൽ നിന്ന് വരുന്നുണ്ട്. ആ ലൈറ്റിൻ്റെ ശബ്ദം കേട്ടിട്ട് മനു തിരിഞ്ഞു നോക്കുമ്പോൾ രാജീവ് കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. അയ്യോ, രാജീവ് സാറാണല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടിയെടുത്ത് തിരിച്ചിട്ട് മനു അങ്ങ് പോകുന്നുണ്ട്. അന്നേരം കാറിൽ നിന്നിറങ്ങുന്ന രാജീവ് മനു അവനെന്താ ഇവിടെ എന്ന് ആലോചിച്ചിട്ട് അവൻ്റെ പോക്ക് നോക്കിയിട്ട് ശാരദാമ്മയുടെയും ശ്യാമയുടെയും ഒക്കെ അടുത്തേക്ക് വരികയാണ്. തുടർന്ന് രാജീവ് വന്നിട്ട് മനു അല്ലേ അത്, മനു എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആകെ പേടിച്ചും പരിഭ്രമിച്ചും അങ്ങ് ശ്യാമ നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റില്ലേ. അന്നേരം ഏത് കുട്ടിയെന്ന് ദേഷ്യത്തോടെ രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം ആശാലത എന്ന് പെട്ടെന്ന് ശ്യാമ പറയുന്നുണ്ട്. തുടർന്ന് ബാക്കി കാര്യങ്ങൾ ശാരദാമ്മയാണ് പറയുന്നത്. ആ കുട്ടിക്ക് ബന്ധുക്കൾ ആരുമില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഊഴം വെച്ച് ഇവർ കൂട്ടുകാരാണ് കാത്തിരിക്കുന്നതെന്ന്. അന്നേരം അങ്ങ് സംശയത്തോടു കൂടി രാജീവ് ശ്യാമയെ തന്നെ നോക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമില്ല, ശ്യാമ എന്തോ കള്ളം പറയുന്നതാണെന്ന് രാജീവിന് മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് അവിടെ നിങ്ങളെന്താ തർക്കം നടന്നത് എന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അത് 2-3 ദിവസമായി മനുവല്ലേ എനിക്ക് ലിഫ്റ്റ് തരുന്നത്, അപ്പോൾ പെട്രോൾ കാശ് വേണമെന്നാണ് അവൻ പറഞ്ഞതെന്ന്, അത് നാളെ മുതൽ ഞാൻ ബസ്സിന് വരാമെന്ന് പറഞ്ഞു എന്ന് രാജീവിൻ്റെ മുഖത്ത് നോക്കാതെ അങ്ങ് തറയിൽ നോക്കി തപ്പിത്തടഞ്ഞ് ഒരുവിധം പറഞ്ഞ് ശ്യാമ ഒപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമ പെട്ടെന്ന് ഓടി അകത്തേക്ക് കയറുകയാണ്. അന്നേരം സംഭവം എന്താ, സംഗതി എന്തോ പ്രശ്നമാണെന്നുള്ള രീതിയിൽ രാജീവ് ശ്യാമയെ തന്നെ നോക്കുന്നുണ്ട്. തുടർന്ന് രാജീവിൻ്റെ നിൽപ്പ് കണ്ടിട്ട് മോൻ ശാരിക അന്വേഷിച്ച് വന്നതായിരിക്കുമല്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ അകത്ത് പോയി കണ്ടോട്ടെ എന്നും പറഞ്ഞ് രാജീവ് അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് യാത്ര പറഞ്ഞിട്ട് ശാന്തയും പോകുന്നുണ്ട് അവിടെ നിന്നും. തുടർന്ന് രാജീവ് അകത്തേക്ക് വന്ന ശേഷം ശാരികയോട് താനെന്താ പറയാതെ പോകുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു, എനിക്ക് അവിടെ നിൽക്കാനായിട്ട് ഒരു മനസ്സമാധാനവുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന്. അന്നേരം അമ്മയുടെയും അമ്മാവിൻ്റെയും കൂടെ അല്ലാതെ പിന്നെ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. തന്നോട് എനിക്ക് മാന്യമായ ഭാഷയിൽ സംസാരിക്കാനേ അറിയാവുള്ളൂ, അല്ലാതെ സംസാരിക്കാനായിട്ട് എനിക്ക് ഇഷ്ടവുമില്ല, താൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ശാരികയെ സമാധാനിപ്പിക്കാനായിട്ട് രാജീവ് ശ്രമിക്കുന്നു.
ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും വഴങ്ങാനായിട്ട് ശാരിക തയ്യാറായില്ല. ശാരിക ആകെ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ താമസിക്കണം, ഭാര്യ വീടാണ് എന്നുള്ളൊരു കുറച്ചിലൊന്നും വേണ്ട. ഞാൻ ഇത്രയും നാൾ അവിടെ സാറിൻ്റെ വീട്ടിലല്ലേ താമസിച്ചിരുന്നത്, അപ്പോൾ സാറിന് ഇവിടെയും താമസിക്കാം, എന്താ സമ്മതമല്ലേ എന്ന് ശാരിക ചോദിക്കുകയാണ്. അന്നേരം ഇടൂ താനെന്നും പറഞ്ഞ് രാജീവ് പറയാൻ തുടങ്ങുമ്പോഴേക്കും സമ്മതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ അവരുടെ ഈ വഴക്കൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാറ് ഇവിടെ താമസിക്കാനായിട്ട് സമ്മതിച്ചാലും നിങ്ങൾ ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് സമ്മതമല്ല, നീ എന്തോ ചെയ്യുമെന്ന്. അന്നേരം എങ്കിൽ വേറെ വഴി നോക്കും എന്ന് ശാരിക ദേഷ്യത്തോടെ പറയുമ്പോൾ, എടി നിന്നെ ഞാനെന്നും പറഞ്ഞ് ശാരദാമ്മ ശാരിക അടിക്കാനായിട്ട് വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മയെ വേണ്ടാന്നും പറഞ്ഞിട്ട് രാജീവ് ശാരദാമ്മയെ തടുത്ത് നിർത്തുകയാണ്. തുടർന്ന് ശാരിക അങ്ങ് ദേഷ്യപ്പെട്ട് ആ റൂം വിട്ട് പോകുന്നുണ്ട്. തുടർന്ന് ശാരിക വീണ്ടും പോയി ഉമ്മറത്തിരിക്കുകയാണ്. അന്നേരം തൽക്കാലം ശാരദാമ്മ ഇതിൽ ഇടപെടണ്ട, ഞാൻ അയാളോട് പോയി ഒന്നുകൂടെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാജീവ് വീണ്ടും ശാരികയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. തുടർന്ന് ശാരിക രാജീവിനോട് പറയുന്നുണ്ട്, അമ്മ എന്നെ വെട്ടിലാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. വീണ്ടും എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി കല്യാണം കഴിച്ചു കൊണ്ടുപോയ പെൺമക്കൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അമ്മമാർക്ക് ഒരു അപമാനമല്ലേ, അവർ ഭർത്താക്കന്മാരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് തലയുയർത്തി പിടിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് എൻ്റെ അമ്മയും അങ്ങനെ പറഞ്ഞത്. ഇനി എന്തായാലും ഞാൻ ആ വീട്ടിലേക്കില്ല, ഇനി നരകയാതന അനുഭവിക്കാനായിട്ട് ഞാനില്ല എന്നൊക്കെ തൻ്റെ വിഷമങ്ങൾ വീണ്ടും ശാരിക പറയുകയാണ്. അന്നേരം താൻ എന്ത് നരകയാതന അനുഭവിച്ചാണെന്നാണ് ഇന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം സാർ എന്നെ കൊണ്ടും പറയിപ്പിക്കല്ലേ, ഇനി അപ്പം അവസാനമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇനി താൻ അങ്ങോട്ട് വരില്ലേ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാനായിട്ട് സാറിന് സമ്മതമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു വാടകയ്ക്ക് വീടെടുക്കാം, സാറിൻ്റെ ശമ്പളമൊന്നും അതിലേക്ക് ആവില്ല, ഇപ്പോൾ 10,000-ൽ താഴെ എനിക്ക് മാസ വരുമാനമുണ്ട്, അപ്പോൾ പിന്നെ അതിൽ നിന്ന് എടുക്കാം എന്ന് ശാരിക പറയുന്നുണ്ട്. ഓഹോ, അപ്പോൾ താനെല്ലാം പ്ലാൻ ചെയ്ത് വച്ചിരിക്കുകയാണല്ലേ എന്ന് രാജീവ് ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ ജീവിതം എനിക്ക് പ്ലാൻ ചെയ്യണ്ടേ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. തുടർന്ന് രാജീവ് ചോദിക്കുകയാണ്, ഓഹോ ഇപ്പോൾ തൻ്റെ എൻ്റെ നിൻ്റെ എന്നൊക്കെ ആയില്ലേ, നമ്മുടേത് എന്നുള്ള ഒരു തീരുമാനം ഇല്ലല്ലേ എന്ന് സങ്കടത്തോടെ രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ സാറിന് തീരുമാനിക്കാമെന്ന് ശാരിക പറയുന്നുണ്ട്. തുടർന്ന് രാജീവ് ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ നമ്മൾ വാടക വീടെടുത്ത് മാറുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന അമ്മയും അമ്മാവനെയും എന്ത് ചെയ്യും? അവരും രണ്ട് മനുഷ്യജീവികളല്ലേ, എന്നെ ആശ്രയിച്ച് മാത്രമാണ് അവർ കഴിയുന്നത് എന്ന് രാജീവ് പറയുകയാണ്. അന്നേരം ശാരിക ചോദിക്കുകയാണ്, അവർ മനുഷ്യജീവികളാണെന്ന് സാറിനോട് ആരാണ് പറഞ്ഞത്? മനുഷ്യൻ്റെ വേഷം പെയിൻ്റ് അടിച്ച രണ്ട് പിശാചുക്കളാണ് അവരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് ശാരിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പക്ഷെ അതിന് മറുപടി പറയാതെ രാജീവ് നിൽക്കുകയാണ്. ഈ സമയത്ത് സങ്കടത്തോടെ ശാരദാമ്മ അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം തലകുനിച്ച് രാജീവ് നിൽക്കുമ്പോൾ ശാരിക ശാരദാമ്മയെ ഒന്ന് നോക്കിയിട്ട് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സങ്കടത്തോടെ നിൽക്കുന്ന രാജീവിനോട്, മോനെ അവളെന്ത് പറഞ്ഞു എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ആകെ സങ്കടപ്പെട്ട് രാജീവ് പറയുന്നുണ്ട്, ഞാൻ പ്രണയിക്കുകയും വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന പെൺകുട്ടി ഇവിടെ ഇല്ലായിരുന്നു അമ്മയെന്ന് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ മുഖത്ത് നോക്കാതെ രാജീവ് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം മോനെന്ന് പിറകെ വിളിച്ച് സങ്കടത്തോടെ അവിടെ തന്നെ ശാരദാമ്മ നിൽക്കുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടു കൂടി ശാരദാമ്മ അകത്തേക്ക് വന്ന് ശാരികയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ സാറിനോട് പറഞ്ഞതെന്ന്. അന്നേരം സാറ് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അതമ്മ പറയുമെന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ സ്വഭാവം ഇതായിരുന്നു എങ്കിൽ ഈ വിവാഹത്തിന് സാറ് സമ്മതിക്കില്ലായിരുന്നു എന്നാണ് സാറ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ശാരദാമ്മ പറയുമ്പോൾ അത് കേൾക്കുന്ന ശാരികയ്ക്ക് വിഷമം വരുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ശാരിക ഉറച്ച മനസ്സോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശാരിക ശാരദാമ്മയോട് തൻ്റെ സങ്കടങ്ങൾ പറയുകയാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരുഷനെ പ്രേമിക്കുമ്പോൾ സന്തോഷകരമായ ഒരു കുടുംബജീവിതം, കുട്ടികൾ, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സന്തോഷങ്ങൾ എല്ലാമായിരുന്നു അവരുടെ സ്വപ്നങ്ങൾ. പക്ഷെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെന്നായയാണ്. വയസ്സുകാലത്തുള്ള അവരുടെ മാതാപിതാക്കളെ നോക്കുക, അവരുടെ സ്വകാര്യ സന്തോഷങ്ങൾ പങ്കെടുക്കുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് പണം കൊടുക്കാതെ കിട്ടുന്ന ഒരു ആയ, അതാണ് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞ് ശാരിക അങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്നേരം മോളെ എന്താ നീ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ശാരികയെ പിടിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാരദാമ്മയുടെ രണ്ട് കൈയും പിടിച്ചിട്ട് ശാരിക പറയുന്നുണ്ട്, എനിക്ക് മറ്റൊരു ശാരദാമ്മയാകാനായിട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് ശാരിക. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.